നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നല്ല ചിന്തകളോടെ ചിരിക്കുന്ന മുഖവുമായിട്ട് നല്ല പ്രസന്നതയോടെ പോസിറ്റീവായി നിലനിൽക്കണം എന്നാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുക അല്ലേ. ഇതുപോലെ ഇങ്ങനെ എപ്പോഴും പ്രകാശിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ജീവിതത്തിനൊരു കുഴപ്പമുണ്ട്. ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ഒരു നേർരേഖയല്ലാത്തത് കൊണ്ട് തന്നെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും പലപ്പോഴും നമ്മളിതുപോലെ പല പ്രയാസങ്ങളിലും ചെന്ന് വീഴും. ചിലപ്പോൾ രോഗങ്ങളാവാം, നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മരണമാകാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലി സ്ഥലത്തെ സ്ട്രെസ്സുകളാകാം, നമ്മുടെ ചിന്തകളാകാം, സാമ്പത്തികമായ ബാധ്യതകളാവാം, നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ടവർ എന്ന് കരുതുന്നവരിൽ നിന്നുള്ള തിരസ്കാരങ്ങളോ അല്ലെങ്കിൽ അവഗണനയോ അവരുടെ കുറ്റപ്പെടുത്തലോ ആവാം. അതുപോലെയുള്ള ഒരുപാട് പ്രയാസങ്ങളിൽ നമ്മൾ വീണു പോകാറുണ്ട്. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കും. അങ്ങനെ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ നിരാശയുടെ പടുകുഴിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ജീവിതം തന്നെ വെറുത്തു പോകുന്ന ചില ഘട്ടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അവിടെ നിന്ന് സ്വയം എഴുന്നേറ്റ് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. അവിടെ നിന്നൊക്കെ എങ്ങനെയെങ്കിലും പുറത്തു വരാൻ ഒരുപാട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ പലപ്പോഴും നമ്മൾക്കതിന് കഴിയാറില്ല. അവിടെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ചിലരെ കടന്നു വരിക. അവരിങ്ങനെ കടന്നു വന്നിട്ട് നമ്മളെ ആ ജീവിതത്തിൽ നിന്ന് തിരിച്ചെടുക്കും. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ആ സൗഭാഗ്യം ലഭിക്കാൻ എന്താണ് മാർഗം എന്ന് ചോദിച്ചാൽ ഒറ്റ മാർഗമേ ഉള്ളൂ. നമ്മളിതുപോലെ എത്ര പേരുടെ ജീവിതത്തിലേക്ക് ഇതുപോലെ സൗഭാഗ്യങ്ങളായിട്ട് കടന്നു ചെന്നിട്ടുണ്ട് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ സാധാരണ പറയാറുണ്ട്, കടവിൽ കൈകൾ നീട്ടി കാത്തിരിക്കാൻ ഒരാൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഏത് പുഴയാണ് നമുക്ക് നീന്തിക്കയറാൻ കഴിയാതിരിക്കുക അല്ലേ?